നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 വെച്ചിട്ടാണ്. പേപ്പർ 2ൽ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളെല്ലാവരും UPSC എഴുതാൻ പോകുന്നത് കളക്ടർ ആവണമെന്നുള്ള മോഹം വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. സോ ഒരു കളക്ടർ എന്ന വ്യക്തി ഓഫ് കോഴ്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഒരു കളക്ടർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യുന്നു, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത് നമുക്ക് വളരെ ഗുണകരവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ചാപ്റ്റർ ആദ്യം തന്നെ എടുത്തത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 ടോപ്പിക്സ് ആണ്. ഒന്ന് ചേഞ്ചിങ് റോൾ ഓഫ് കളക്ടർ, പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, imperatives of development, management and law and order administration, യൂണിയൻ സ്റ്റേറ്റ് ലോക്കൽ റിലേഷൻസ്. സോ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഇമ്പറേറ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ്. ആക്ച്വലി ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ചേഞ്ചിങ് റോൾ ഓഫ് കളക്ടർ. നമ്മൾ കളക്ടറിൻ്റെ റോളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റും ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷനും. സോ നമ്മൾ കളക്ടറിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ആദ്യം നമ്മളത് നോക്കും, പിന്നീട് നമ്മൾ ചേഞ്ചിങ് റോൾ ഓഫ് കളക്ടർ നോക്കും. സോ അത് ഒറ്റ സ്ട്രെച്ചിലായിരിക്കും പോവാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ക്ലാസ്. സോ വാട്ട് ഇസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഇസ് ഡിസ്ട്രിക്ട്? ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഒരു ബേസിക് ജോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. ഇന്ത്യയിൽ ഭരണം നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി പഞ്ചായത്ത് രാജ് സിസ്റ്റവും മുനിസിപ്പാലിറ്റിയൊക്കെ വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ബട്ട് ബിഫോർ ദ അമെൻമെൻറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ നമുക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. സോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബിലോ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റിൻ്റെ കീഴേ ഉള്ള ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് എന്ത്, ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും, റവന്യൂ കളക്ട് ചെയ്യും, പിന്നെ പീപ്പിളിൻ്റെ വെൽഫെയർ ഒക്കെ നോക്കിക്കാണും. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു 1 ലൈനർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പോളിസി മേക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ പോളിസി മേക്കേഴ്സ് ഓരോ പോളിസീസ് ഉണ്ടാക്കും ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. സോ ഇങ്ങനത്തെ കുറേ ഡ്യൂട്ടീസാണ് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു മൂവി ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ ഹീറോ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. സോ നമുക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനേക്കാൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി ഒരു ഡിസ്ട്രിക്ട് കളക്ടറിനെ കുറിച്ചായിരിക്കും. ബിക്കോസ് ദേ ആർ സിനോണിമസ് ആണെന്ന് നമുക്ക് പറയാം. സിനോണിമസ് അല്ലെങ്കിൽ പോലും നമുക്ക് പറയാം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഈക്വൽ ടു ഡിസ്ട്രിക്ട് കളക്ടർ. സോ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഫോർ ദി എക്സാം ബട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അറിഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സയൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്ത് നോക്കുമ്പോഴാണ്. നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാഡ് എ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് സ്ട്രക്ചർ എന്ന്. സോ പ്ലാനിങ്ങിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വെച്ചിട്ടാണ്, ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിക്റ്റ് എടുത്തിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലിയർ കട്ട് ഹിസ്റ്ററി നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് ഡ്യൂറിങ് ദ മൗര്യൻ എറ. സോ മൗര്യൻ എറയിലാണ് ഡിസ്ട്രിക്റ്റ് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനാക്കി എടുത്തിട്ട് ഭരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പിന്നെ കുറച്ചും കൂടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഫ്ലറിഷ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഗൾ റൂളിലാണ്. സോ മുഗൾ റൂളിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. മുഗൾ റൂളിൽ നമ്മൾ ഡിസ്ട്രിക്റ്റിനെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് സർക്കാർ എന്നായിരുന്നു. സോ സർക്കാർ വാസ് ദ നെയിം ഫോർ ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ആൻഡ് ഈ ഡിസ്ട്രിക്റ്റ് ഭരിച്ചിരുന്ന ആളെ നമ്മൾ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് കരോറി ഫൗജ്ദാർ എന്നായിരുന്നു.
കരോറി ഫൗജ്ദാർ. ഓക്കെ, സോ ഇന്നത്തെ ഡി സിയുടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അന്നത്തെ പേരെന്തായിരുന്നു? കരോറി ഫൗജ്ദാർ. സോ പുള്ളിക്കാരൻ ഈ കരോറി ഫൗജ്ദാർ ഒരു മിലിറ്ററി ഓഫീസറായിട്ടുള്ള സുബേദാറിൻ്റെ കീഴിലുള്ള വ്യക്തിയായിരിക്കും. ആൻഡ് ഈ കരോറി ഫൗജ്ദാർക്കായിരിക്കും ഓരോ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇരിക്കുന്നത്. സോ ഇതാണ് മുഗൾ റൂളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലെവൽ ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് the third and last historical administration we can see is of course the British East India Company. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്തു വരുന്നത്, ബട്ട് ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. സോ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ലൈക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. സോ അത് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇനി ആൻസേഴ്സിൽ എവിടെയെങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരിക വെച്ചാൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല. വാട്ട് ഇസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബ്രിട്ടീഷ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാൻ പോകുന്നില്ല. ബിക്കോസ് അത് UPSC അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദാറ്റ് ഈസ് അൺനെസസറി. സോ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. ആൻഡ് ഡോണ്ട് ഗോ ഫർദർ ഇൻ ടു ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു ടൈം പീരീഡിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടൈമിലുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ നമ്മൾ 2 ഫേസായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫേസും ഒന്ന് ക്രൗൺ റൂൾ ഫേസും. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദ ഇയർ 1857. ദ ഇയർ 1857ൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ റിവോൾട്ട് ഓഫ് 1857. നമ്മൾ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 ആയിരുന്നു ഈ ഒരു സെപ്പറേഷൻ റീസൺ. ഈ ഒരു ഇതുകൊണ്ട് എന്തുണ്ടായത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ക്രൗൺ ഏറ്റെടുക്കുകയാണ്. സോ അതാണ് 1888 നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇയർ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ഫേസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്ന ഫേസാണ്. സോ ആ ഒരു ടൈമിലാണ് നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇൻ ദ ഇയർ 1772 വാരൻ ഹാസ്റ്റിംഗ് ആണ് കളക്ടർ എന്ന് പറയുന്ന ഓഫീസ് ഒഫീഷ്യലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് വാരൻ ഹാസ്റ്റിംഗ് ആണ് ഇൻ ദ ഇയർ 1772. എന്തായിരുന്നു റോള്? ഒന്നുമില്ല, റവന്യൂ കളക്ട് ചെയ്യുക. ഓക്കെ, റവന്യൂ കളക്ഷൻ. അതുകൊണ്ടാണ് കളക്ഷൻ ആയതുകൊണ്ടാണ് കളക്ടർ എന്ന പേര് പുള്ളിക്കാരന് വീണത്. ഓക്കെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോർഡ് കോൺവാലിസ് വന്നിട്ട് ജുഡീഷ്യറി സ്ഥാപിക്കുന്നുണ്ട്. സോ ജുഡീഷ്യറി സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫർദർ ആദ്യം കളക്ടറിന് കളക്ഷൻ മാത്രമായിരുന്നു ജോലി ഉണ്ടായിരുന്നത്, റവന്യൂ കളക്ഷൻ. പിന്നീട് അങ്ങോട്ടേക്ക് വരുന്തോറും കളക്ടറിൻ്റെ പവർ അങ്ങോട്ട് കൂടി വരുന്നുണ്ട്. ലൈക്ക് ജുഡീഷ്യൽ പവേഴ്സ് നമുക്ക് കളക്ടറിന് കിട്ടുന്നുണ്ട്, ട്രയൽ ചെയ്യാനുള്ള പവേഴ്സ്. ലൈക്ക് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യത്തിനും പവേഴ്സ് ഒരു ഡിസ്ട്രിക്ട് കളക്ടറിനായിരുന്നു നമുക്ക് ഈ ഒരു ലോർഡ് കോൺവാലിസിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ലോർഡ് കോൺവാലിസ് വന്നു കഴിയുമ്പോൾ ജുഡീഷ്യറി സ്ഥാപിക്കുന്നത് നമുക്ക് കാണാം. സോ അതിലൂടെ കളക്ടറിനുള്ള ജുഡീഷ്യൽ പവേഴ്സ് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ട്രയലൊക്കെ എടുത്ത് മാറ്റിയിട്ടത് ജുഡീഷ്യറിക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ബംഗാളിലാണ് നടക്കുന്നത്. ഓക്കെ, പക്ഷേ മുൺട്രോ സ്കൂൾ ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ കളക്ടറിൻ്റെ പവർ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ എടുത്തു മാറ്റപ്പെട്ട ജുഡീഷ്യറി പവേഴ്സ് കളക്ടർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് മുൺട്രോ സ്കൂൾ ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ലൈക്ക് ജുഡീഷ്യറിൻ്റെ പവേഴ്സ് കളക്ടറിന് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് എടുത്തു മാറ്റി ആര് വന്നിട്ട്? കോൺവാലിസ് വന്നിട്ട്. പക്ഷേ മുൺട്രോ വീണ്ടും ആ പവേഴ്സ് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്നും നോക്കിയാൽ മതി. ഓക്കെ, അതാണ് ഈസ്റ്റ് ഇന്ത്യ ഫേസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വാരൻ ഹാസ്റ്റിംഗ്. ഹി ഈസ് ദ എസ്റ്റാബ്ലിഷർ ഓഫ് ദ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. ഇനി നമ്മൾ ക്രൗൺ റൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൗൺ വന്നതിന് ശേഷം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സ്ഥാപിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് രാജ്യം നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, അതായത് ക്രൗൺ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭരണമെല്ലാം അവിടെ നിന്നായി, സെൻട്രൽ നിന്നായി, ബ്രിട്ടനിൽ നിന്നായിരുന്നു ഭരിച്ചിരുന്നത് മൊത്തം. സോ എല്ലാം അവിടെയുള്ള ആളായിരുന്നു തീരുമാനിച്ചത്. അതാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറേ സ്ട്രഗിൾസ് നടക്കുന്നുണ്ട്. ഓരോരുത്തർ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് തരണം. അതിൻ്റെ ഇടയിൽ ഈ
ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ള ICS ആയിരുന്നു നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്, ഇന്ത്യൻ സിവിൽ സർവീസ്. സോ ഇന്ത്യൻ സിവിൽ സർവീസിൽ ആദ്യം ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് പേരെങ്കിലും അതിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല. സിവിൽ സർവൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇന്ത്യക്കാരെ അതിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇന്ത്യക്കാർ കൊണ്ടുവന്നതിന് ശേഷം ഇന്ത്യക്കാർക്ക് ഭരിക്കാനായിട്ട് അനുവാദം തരണം. ഇന്ത്യക്കാർ സിവിൽ സർവീസിൽ ഉണ്ടായാൽ പോലും അവർക്ക് ഭരിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ പാസ്സാക്കിയ കുറച്ച് ആക്ട്സ് ഉണ്ട്. ഈ ആക്ട്സ് എന്തൊക്കെയാണ് പാസ്സായെന്ന് അറിയാനായിട്ട് നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വായിച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ആക്ട്സ് കാണാൻ സാധിക്കും. അതൊക്കെ തന്നെയാണിതും. സോ അതിൽ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ആക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 കാണുന്നത് ഡയറക്റ്റ് സിസ്റ്റം സ്ഥാപിക്കലാണ്. അതായത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഡീസെൻട്രലൈസ് ചെയ്യണം. അതായത് കുറച്ച് പവേഴ്സ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ക്രൗൺ റൂളിന് ശേഷം എല്ലാം സെൻട്രലൈസ്ഡ് ആയിരുന്നു. സെൻട്രൽ നിന്ന് തീരുമാനിക്കും, ഇവിടെ നടപ്പാക്കും. അതായിരുന്നു കുറച്ചും കൂടെ ഓട്ടോണമി കൊടുത്തുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവലിലൊരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറയുന്നത്. ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആകുമ്പോഴത്തേനും നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കിട്ടുന്നുണ്ട്. പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ ഭരിക്കാനായിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ഭരണം കാണുന്നതാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അതായത് സെൻറ്ററിൻ്റെ പവർ സ്റ്റേറ്റിലേക്കും ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ കൊടുക്കുന്നതാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ആൻഡ് അതായിരുന്നു ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞെന്താ, ലൈക്ക് സെൻറ്ററിൻ്റെ പവർ സ്റ്റേറ്റിലേക്കും പിന്നെ അതിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ് ലെവൽസിലേക്കും ഡീസെൻട്രലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇവോൾവ് ചെയ്ത് ഇവിടെ വരെ എത്തിയത്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ എവല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. സോ ഇനി ബാക്ക് ടു നമ്മുടെ പഴയ ഡിസ്ട്രിക്ട് കളക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആദ്യം ബ്രിട്ടീഷ് എറയിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഡിസ്ട്രിക്ട് കളക്ടർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് എറയിൽ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ ബ്രിട്ടീഷ് എറയിലെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു ഹി ഹാഡ് വൈഡ് റേഞ്ചിങ് പവേഴ്സ്. ഒത്തിരി പവേഴ്സ് ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, റവന്യൂ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൽ പുള്ളി എക്സിക്യൂട്ടീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ലൈക്ക് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പോകും. അതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിൽ പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ട്രയൽ ചെയ്തിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാച്ചാൽ അതിൽ വിധിയൊക്കെ പറഞ്ഞിരുന്നു. സോ അതൊക്കെയാണ് ജുഡീഷ്യൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളെ ജയിലിൽ അടച്ചിടാനുള്ള ഓർഡർ കൊടുക്കുന്നു. സോ ഇതൊക്കെയാണ് ജുഡീഷ്യൽ ഫങ്ഷൻസിൽ പെടുന്നത്. പിന്നെ റവന്യൂ ഫങ്ഷൻസ്, ഓഫ് കോഴ്സ് നമ്മുടെ ട്രേഡ് മാർക്കായിട്ടുള്ള റവന്യൂ കളക്ടർ. ഓക്കെ, സോ അതും ചെയ്തിരുന്നു. സോ ഒത്തിരി പവേഴ്സ്. കളക്ടർ ഹി വാസ് വെരി പവർഫുൾ ഡ്യൂറിങ് ബ്രിട്ടീഷ് എറ. ബ്രിട്ടീഷ് എറയിലെ മോസ്റ്റ് പവർഫുൾ ആയിരുന്നു. ഡിസ്ട്രിക്ട് കളക്ടറിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഒബ്വിയസ്ലി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് എറ. ഓക്കെ, അതായിരുന്നു വൈഡ് റേഞ്ചിങ് പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർ ബ്രിട്ടീഷ് റൂളിൻ്റെ ടൈമിൽ. സെക്കൻഡ് തിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ട്രയൽ ചെയ്യാം, പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, ആളെ അറസ്റ്റ് ചെയ്യാം, ഇതിനൊക്കെയുള്ള ഓർഡർ ഇടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. ജുഡീഷ്യറി വരുന്നവരെ, പിന്നെ ജുഡീഷ്യറി വന്നതിന് ശേഷവും കുറച്ച് നാളത്തേക്കൊക്കെ അവർക്ക് പവേഴ്സ് ഉണ്ടായിരുന്നു. സോ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടർക്ക് ബ്രിട്ടീഷ് ടൈമിൽ. ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ചീഫ് ജുഡീഷ്യൽ ഓഫീസർ കൂടിയായിരുന്നു ബ്രിട്ടീഷ് എറയിൽ. ഓക്കെ, സോ നമ്മൾ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ചീഫ് ജുഡീഷ്യൽ ഓഫീസറായിട്ടും കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ കോൺവാലിസ് വന്നതിന് ശേഷം അത് റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, അവിടെ സെൻട്രലൈസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോളിസി ഉണ്ടാക്കും, ഇവിടെ വന്ന് നമ്മളതിരുന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതായിരുന്നു കളക്ടറിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമത്തെയാണ് വെൽ ഡിഫൈൻഡ് ബ്യൂറോക്രാറ്റിക് സിസ്റ്റം. നമ്മൾ പറഞ്ഞു വെൽ ഡിഫൈൻഡ് ബ്യൂറോക്രാറ്റിക് സിസ്റ്റം നമ്മുടെ ക്രൗൺ ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഉണ്ടാവുന്നത് നമുക്കൊരു ഹൈറാർക്കി കാണാൻ സാധിക്കുമായിരുന്നു ആ സമയത്ത്. ഹയർ അതോറിറ്റി, ലോവർ അതോറിറ്റി, അങ്ങനെ ഒരു ലൈൻ ഓഫ് അതോറിറ്റി, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈൻ ഓഫ് അതോറിറ്റി, പിന്നെ അവരുടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്, ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും നമുക്ക് മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. സോ ദ വാസ് എ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, വെൽ ഡിഫൈൻഡ് ആയിരുന്നു അത്. സോ അതായിരുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് മെയിൻറ്റെയിനിങ് ലാൻഡ് റെക്കോർഡ്സ്. അന്നും ഇന്നും
ഡിസ്ട്രിക്ട് കളക്ടറിനുള്ള മേജർ റോൾ ഉള്ള ഒരു സംഭവമാണ് മെയിൻറ്റെയിനിങ് ലാൻഡ് റെക്കോർഡ്സ്. സോ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നു അല്ലെങ്കിൽ DC ആയിരുന്നു ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റാണോ, ആക്യുറേറ്റ് ആണോ, അപ് ടു ഡേറ്റ് ആണോ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ടത് അന്നും ഇന്നും ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ തന്നെ ഡ്യൂട്ടിയായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അന്നും ഇന്നും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ദ കീ റോൾ ഇസ് ഫോർ ദ ഡിസ്ട്രിക്ട് കളക്ടർ. ആൻഡ് നമ്മളിതിനെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം, ലൈക്ക് ബ്രിട്ടീഷ് എറയിൽ ഡിസ്ട്രിക്ട് കളക്ടർ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് അറിയാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസ്, അതിന് എവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എവല്യൂഷൻ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. സോ എവല്യൂഷൻ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടറിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡിഡ് ഇറ്റ് ഇവോൾവ്, എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. ഇൻഡിപെൻഡൻസിന് ശേഷം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഉണ്ടായിരുന്ന റോൾസ് മെയിനായിട്ട് നമുക്ക് റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ, ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേറ്റർ, ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ, ക്രൈസിസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് കുറച്ച് അതർ ഫങ്ഷൻസ്. ഇതൊക്കെയായിരുന്നു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മെയിനായിട്ടുള്ള റോൾസ്. ലൈക്ക് കറൻ്റ്ലി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കറൻ്റ്ലി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ആൻഡ് കറണ്ട് സിറ്റുവേഷനിലെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഓവറോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോൾസ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ആസ് റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ ആണ് നോക്കുന്നത്. സോ റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ DC-യുടെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കളക്ട് ലാൻഡ് റവന്യൂ ആൻഡ് അതർ ഡ്യൂസ്. നമ്മുടെ ലാൻഡ് റവന്യൂ, ലാൻഡ് ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുക. പിന്നെ അല്ലാണ്ടുള്ള എന്തെങ്കിലും ഡ്യൂസ് ഒക്കെ ഉണ്ടാ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കളക്ട് ചെയ്യലാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. മെയിൻറ്റെയിൻ ലാൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫുൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എൻഷുർ ചെയ്യുക. ആൻഡ് അത് അപ് ടു ഡേറ്റ് ആണെന്നൊക്കെ എൻഷുർ ചെയ്തൊക്കെയാണ് രണ്ടാമത്തെ കാര്യം. ദെൻ ഇംപ്ലിമെൻറ്റ് ലാൻഡ് റിഫോംസ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ ലാൻഡ് റിഫോംസ് നടത്തിയിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓഫ് കോഴ്സ് ഇപ്പോഴും ലാൻഡ് റിഫോംസ് ഒക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോളിസീസും പ്രോഗ്രാംസും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് ഇസ് ദ പവർ ഓഫ് ലാൻഡ് അക്വിസിഷൻ ഓഫീസർ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ലൈക്ക് റോഡ് കുറച്ചും കൂടി വീതി കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് ഫെസിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് പേഴ്സണിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എടുക്കേണ്ടി വരിക വെച്ചാൽ, സോ അവിടെ ലാൻഡ് അക്വിസിഷൻ എന്നാണ് അതിന് പറയുക. അങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. സോ ഈ ലാൻഡ് അക്വിസിഷൻ്റെ സമയത്ത് ആ ലാൻഡ് അക്വിസിഷൻ ചെയ്യാനായിട്ടുള്ള പവർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസറാണ് നമ്മുടെ DC എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരൻ ഒരു ലാൻഡ് അക്വിസിഷൻ ഓഫീസറിൻ്റെ പവേഴ്സും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ആസ് ലോസ് ഓഫ് ക്രോപ്സ് ആൻഡ് റെക്കമെൻഡ് റിലീഫ് ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമുക്ക് മഴയുടെ ടൈമിൽ, ഫ്ലഡിൻ്റെ ടൈമിൽ, കാറ്റും ഇതൊക്കെ വരുമ്പോൾ കുറേ നാശനഷ്ടങ്ങൾ കാണാറുണ്ട്. സോ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഇത്ര ലക്ഷം രൂപയുടെ കൃഷി നശിച്ചു, വീടുകൾ ഇത്ര, അതൊക്കെ. സോ അങ്ങനത്തെ കൗണ്ട്സും കാൽക്കുലേഷൻസൊക്കെ നടത്തുന്ന ആളും അതിന് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ടല്ലോ നമ്മൾക്ക് ഗവൺമെൻറ്. സോ ആ നഷ്ടപരിഹാരം എത്ര രൂപ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നതും ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് സൂപ്പർവൈസ് ട്രഷറി ആൻഡ് സബ് ട്രഷറി. ട്രഷറിയും സബ് ട്രഷറിയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളും ആരാണ്? നമ്മുടെ DC തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഒരു റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ DC ചെയ്യുന്ന കാര്യങ്ങൾ. റവന്യൂ കളക്ട് ചെയ്യും, മറ്റെന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യും, ലാൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ നമ്മുടെ ലാൻഡ് റിഫോംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ലാൻഡ് അക്വിസിഷൻ ഓഫീസറിൻ്റെ പവേഴ്സ് എക്സസൈസ് ചെയ്യും ലാൻഡ് അക്വിസിഷൻ ചെയ്യേണ്ടി വരുമ്പോൾ. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം എന്തെങ്കിലും ലോസസ് ഒക്കെ ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ ലോസ് എത്രത്തോളമാണെന്നുള്ള ആ ഒരു ആംപ്ലിറ്റ്യൂഡ് എന്തോരം ഉണ്ട് എന്ന് അസസ് ചെയ്യും. ആൻഡ് ഓൾസോ റിലീഫ് എന്തോരം കൊടുക്കണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ട്രഷറി സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ആസ് ക്രൈസിസ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ DC-യുടെ റോൾസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ വന്നത്. സോ മെയിൻലി ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ, സോ ആ ഒരു ടൈമിലൊക്കെ DC ഈസ്
ആക്ടിങ് ഇസ് എൻ അംബ്രല്ല ഫോർ ദ ഡിസ്ട്രിക്ട്. ആ ഡിസ്ട്രിക്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, അതിൻ്റെ മുകളിൽ എല്ലാത്തിനും താങ്ങും തണലുമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു കുട പോലെയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ വർക്ക് ചെയ്യുക. ദാറ്റ് ഇസ് വൈ ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഇസ് he act as umbrella over district during the natural and man-made disasters and calamities. Okay, so എല്ലാം ലൈക്ക് ഡിസാസ്റ്ററിൻ്റെ ടൈമിൽ each and everything goes before him. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടറിന് ഈ ക്രൈസിസിൻ്റെ ടൈമിൽ കാണാൻ സാധിക്കുന്നത്. സോ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യും? റിസോഴ്സസ് എല്ലാം ഓർഗനൈസ് ചെയ്യും. ദെൻ ഹി ഓർഗനൈസ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഫ്ലഡിൻ്റെ ഒക്കെ ടൈമിൽ നമുക്കിതൊക്കെ നല്ലോണം കാണാൻ സാധിച്ചു. ന്യൂസിലൊക്കെ വളരെ കുറേ നമുക്ക് കാണാൻ സാധിച്ചു. ലൈക്ക് എന്തൊക്കെയാണ് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് വരുന്നത് നമ്മൾ കണ്ടു. ഫ്ലഡിൻ്റെ ടൈമിൽ വീടുകളിൽ നിന്ന് കുടുങ്ങിപ്പോയവരൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാമ്പ്സൊക്കെ കണ്ടു നമ്മൾ. സോ അവിടെയും പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലായാലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് അത് സ്പ്രെഡ് എന്തോരം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫ്ലഡിൻ്റെ ടൈമിൽ നമുക്കറിയാം ആർമിയൊക്കെ വന്നിരുന്നു ലൈക്ക് കുടുങ്ങിപ്പോയവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ഫുഡ് സപ്ലൈ ഒക്കെ കാണാൻ സാധിച്ചു. സോ NGOസിനോടൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഫുഡൊക്കെ കുറേ എത്തിച്ചു നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ സിവിൽ ഡിഫൻസ് മെഷേഴ്സൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലായാലും ഫ്ലഡിൻ്റെ ടൈമിലായാലും സോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മൊമെൻറ്റ്സ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സിവിൽസിനെ തന്നെ നമ്മുടെ സിവിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർ തന്നെ അതിനെന്ത് ചെയ്യണം എന്നുള്ള അവരെ അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കലൊക്കെയാണ് സിവിൽ ഡിഫൻസ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒക്കെ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. പിന്നെ പ്രൊട്ടക്ട് വൈറ്റൽ ഇൻസ്റ്റലേഷൻസ്. സോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയും ആർക്ക് തന്നെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിനെയാണ്. സോ ഒരു ക്രൈസിസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ DC ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഹി ഈസ് എ ഹീറോ ഇൻ ദാറ്റ് കൺസേൺ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തും, എപ്പിഡമിക്സ് ഒക്കെ കൂടുന്നുണ്ടോ, ലൈക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഫുഡ് സപ്ലൈ എൻഷുർ ചെയ്യും. പിന്നെ ആർമീനെ ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പിന് വിളിക്കും. സിവിൽ ഡിഫൻസ് മെഷേഴ്സ് എല്ലാം എൻഫോഴ്സ് ചെയ്യും. ആൻഡ് നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് എൻഷുർ ചെയ്യും. സോ ഇതൊക്കെയാണ് ഒരു ക്രൈസിസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ DC ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ആസ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേറ്റർ. സോ ഞാൻ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് DC ഇൻഡിപെൻഡൻസിന് മുന്നേ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു. ഓക്കെ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യലാണ് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഡ്യൂട്ടി. വൈൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രയൽ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ട്രയൽ ക്രിമിനൽ കേസിലും സിവിൽ കേസിലും ട്രയൽ നടത്തലാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഡ്യൂട്ടീസ്. സോ ഇത് അറിഞ്ഞിരിക്കുക. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുക. ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകളിൽ ട്രയൽ നടത്തുക, വിധി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ഫങ്ഷൻസ് സെപ്പറേറ്റ് ചെയ്തു ജുഡീഷ്യറി വന്നത് വഴി. സോ ജുഡീഷ്യറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ DPSPയുടെ ആർട്ടിക്കിൾ 50 വഴിയായിട്ടാണ് നമ്മൾ എന്ത് എൻഷുർ ചെയ്യുന്നത്, ലൈക്ക് ജുഡീഷ്യറീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 50 ഓഫ് DPSP വഴിയാണ്. അങ്ങനെയാണ് ജുഡീഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ജുഡീഷ്യറിക്ക് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ജുഡീഷ്യൽ ഫങ്ഷൻസ് കൊടുത്തതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്തുകൊണ്ടിരുന്ന ജുഡീഷ്യൽ ഫങ്ഷൻസ് കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഓക്കെ, ഡിസ്ട്രിക്ട് ജഡ്ജ് ആൻഡ് ഹീ ഈസ് അണ്ടർ ദ ഹൈക്കോർട്ട്. ഓക്കെ, ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റിലുള്ള ഹൈക്കോർട്ടിൻ്റെ കീഴിലുള്ള ഡിസ്ട്രിക്ട് ജഡ്ജസ് ആണ് ജുഡീഷ്യൽ ഫങ്ഷൻസ് ഓഫ് എ ഡിസ്ട്രിക്ട് കളക്ടർ ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കറൻ്റ്ലി പറയാച്ച ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷനിൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് മാത്രമേ ഡിസ്ട്രിക്ട് കളക്ടർക്കുള്ളൂ. അതായത് ലോ ആൻഡ് ഓർഡർ എൻഷുർ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ട്രയൽ എന്ന പോർഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓവർടേക്കൺ ബൈ ദ ഡിസ്ട്രിക്ട് ജഡ്ജ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ്റെ പവേഴ്സ് ഇപ്പോഴും ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ടെന്ന്. പക്ഷെ നമുക്കറിയാം ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് പോലീസാണ്. ഓക്കെ, ഡിസ്ട്രിക്ട് പോലീസാണ് ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്നത്. സോ കറൻ്റ്ലി നമുക്കുള്ളതൊരു ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോളാണ്. ഓക്കെ, ഡ്യുവൽ കൺട്രോളാണ് നമുക്കിപ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ്?
One is by the district police and the district magistrate. So district police ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ്, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ. സോ രണ്ടുപേരും ഇപ്പോൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്ത്യൻ പോലീസ് ആക്ട് ഓഫ് 1861, ഇന്ത്യൻ പോലീസ് ആക്ട് 1861 ആണ് ഡിസ്ട്രിക്ട് പോലീസിന്, നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് DSP ഹെഡ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് പോലീസിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ്റെ പവേഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ദേ ആർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഇന്ത്യൻ പോലീസ് ആക്റ്റിൽ പറയുന്ന കാര്യമാണ്, അതായത് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡിസ്ട്രിക്ട് വിച്ച് ഇസ് അണ്ടർ ദ ഡിസ്ട്രിക്ട് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. SP ഇല്ലേ, ഡിസ്ട്രിക്റ്റിലെ SP യുടെ കീഴിൽ, SP യുടെ നേതൃത്വത്തിലാണ് ഡിസ്ട്രിക്ട് പോലീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ SP യുടെ കീഴിലാണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ പോലീസ് വർക്ക് ചെയ്യുന്നത്. സോ SP യുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിക്ട് പോലീസിൻ്റെ ഫങ്ഷൻസ് ഓവർസീ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് നോക്കിക്കാണാനുള്ള, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. ദാറ്റ് ഈസ് ദ DC ഇറ്റ്സെൽഫ്. ചില സ്റ്റേറ്റ്സിൽ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. ആൻഡ് ദിസ് ഇസ് അണ്ടർ ദ ഇന്ത്യൻ പോലീസ് ആക്ട് ഓഫ് 1861. സോ പോലീസ് ആക്ട് പ്രകാരം ദർ ഇസ് എ ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ ഫോർ ദ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ. സോ അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന നിലയിലും കറൻ്റ്ലി എന്തൊക്കെ പവേഴ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, സോ ജുഡീഷ്യൽ പവേഴ്സ് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു, ബട്ട് ദ ട്രയൽ പോർഷനാണ് നമ്മൾ പറഞ്ഞത് ജുഡീഷ്യറിക്ക് പോയത്. ബട്ട് സ്റ്റിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനുള്ള കുറച്ച് പവേഴ്സ് ഇപ്പോഴും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഉണ്ട്. സോ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ഓപ്പറേഷണൽ കൺട്രോൾ ഓഫ് പോലീസ് ഫോഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു, ലൈക്ക് കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ SP യുടെ കീഴിലുള്ള പോലീസ് ഫോഴ്സിൻ്റെ ഓവറോൾ ഒരു കൺട്രോൾ, ആക്ച്വലി കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഒരു ഓവർസീയിങ് പവർ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഫയർ ചെയ്യാൻ അല്ലെങ്കിൽ ഫോഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ DM. ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന വാക്കും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന വാക്കൊക്കെ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എല്ലാം സെയിം തന്നെയാണ്, നമ്മൾ പല പേരിലും അത് പറയും. ഓക്കെ, വേറൊരു പേരും കൂടെ നമ്മൾ പറയും, ദാറ്റ് ഈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, DC. ഓക്കെ, സോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നതും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നതും ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുന്നതും സെയിം ആൾ തന്നെയാണ്. ഓക്കെ, സോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒന്ന്, പോലീസ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുക ആസ് പെർ ഇന്ത്യൻ പോലീസ് ആക്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഫയർ ചെയ്യാനും പിന്നെ ഫോഴ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ആനുവൽ പോലീസ് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് SP കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും കൂടെ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൂടി കൊടുത്തിട്ടാണ്. ഡിസ്ട്രിക്ട് കളക്ടറിലൂടെയാണ് SP നമ്മുടെ റിപ്പോർട്ട് പോകുന്നത്. പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ആനുവൽ റിപ്പോർട്ട് SP യുടെ കയ്യിലേക്ക് എത്തുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും കൂടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറും കൂടെയും അത് കണ്ടിട്ടാണ് അത് SP പോകുന്നത്. അതാണ് DC ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിലുള്ള പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന നിലയിലുള്ള പവേഴ്സിലേക്ക് നോക്കുക വെച്ചാൽ എക്സിക്യൂഷൻ ഓഫ് റിട്സ് ഔട്ട്സൈഡ് ഡിസ്ട്രിക്ട്. സോ ഒരു സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ട് ആ കോർട്ടിൻ്റെ പുറത്തുള്ള ഒരു റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇറക്കുമെന്ന് വെച്ചു. ലൈക്ക് റിട്ട് ജൂറിസ്ഡിക്ഷൻ നമുക്കറിയാലോ, ലൈക്ക് ഏത് ടൈപ്പ് ഓഫ് റിട്സ് ആയാൽ പോലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെനറിയോ എടുക്കാം. സോ ഹൈക്കോർട്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കാം. ലൈക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ വീട്ടുകാർ തടങ്കലിൽ വെച്ചേക്കാണ്. സോ കേസ് കൊടുത്ത് ഇപ്പോൾ ലൈക്ക് എറണാകുളം ഹൈക്കോർട്ടിലാണ് കേസ് കൊടുത്തതെന്ന് വിചാരിക്കാം. എറണാകുളത്തുള്ള ലൈക്ക് കേരളത്തിൻ്റെ എറണാകുളം ഹൈക്കോർട്ടിലാണ്. ബട്ട് കുട്ടി കറൻ്റ്ലി ബാംഗ്ലൂരിലാണ് ഡിറ്റൻഷനിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഇറ്റ്സ് ഔട്ട്സൈഡ് ദ ഡിസ്ട്രിക്ട്, റൈറ്റ്? സോ അത് സ്റ്റേറ്റ് തന്നെ മാറി. സോ അങ്ങനത്തെ കേസുകളിൽ ഡിസ്ട്രിക്ട് കളക്ടർക്കായിരിക്കും ആ റിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ ഉള്ളത്. ഓക്കെ, സോ അതൊരു കറൻ്റ്ലി ഇപ്പം അത് അത്ര കണ്ടങ്ങ് യൂസ് ഇല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പവർ ഉണ്ട്. ഓക്കെ, പിന്നെ ഹിയർ കേസസ് അണ്ടർ പ്രിവെൻറ്റീവ് സെക്ഷൻ അണ്ടർ സെക്ഷൻ 144 ഓഫ് CRPC. സെക്ഷൻ 144 ഓഫ് CRPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ പ്രിവെൻറ്റീവ് സെക്ഷനാണ്.
എന്തെങ്കിലും ഒരു കോലാഹലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീറ്റൻഷൻ ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ഡിസ്ട്രിക്ട് കളക്ടർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുക്കുന്ന CRPC സെക്ഷനാണ് സെക്ഷൻ 144. സോ അതനുസരിച്ചിട്ടുള്ള കേസുകൾ ഹിയർ ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. അങ്ങനെ അതനുസരിച്ച് ഓർഡേഴ്സ് കൊടുക്കാനായിട്ടുള്ള പവറും ആർക്കുണ്ട്? നമ്മുടെ കളക്ടർക്കുണ്ട്. പിന്നെ സൂപ്പർവൈസറി പവർ ഓവർ ജയിൽസ്. ജയിലിൻ്റെ സൂപ്പർവൈസറായിട്ടാണ് ഡിസ്ട്രിക്ട് കളക്ടറിന് പറയുക. ജയിൽസ് കൃത്യമായിട്ടാണ് നടക്കുന്നത്, അവിടുത്തെ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ടതും ആരാണ്? DC ആണ്. സോ ഇത് പേരിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസനാണ്. സോ ഓവറോൾ ഒരു ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമ്മുടെ DCക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദ ഫസ്റ്റ് തിങ് ഈസ് റിലീസ് പ്രിസണേഴ്സ് ഓൺ പരോൾ. ഓക്കെ, സോ പരോളിൽ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. ജയിൽ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുകയാണ്, ആ ജയിലിൽ ഫുഡ് മാൽ ന്യൂട്രീഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ഫുഡ് കിട്ടിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നൊക്കെ കാണുക വെച്ചാൽ സോ ജയിലിൽ പോയി വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. പിന്നെ ഗ്രാൻഡ് സുപ്പീരിയർ ക്ലാസസ് ടു പ്രിസണേഴ്സ്. സോ അതൊരു വേറൊരു പവറാണ്. ലൈക്ക് പ്രിസണേഴ്സ് തന്നെ നല്ല, നമ്മൾ പറയില്ലേ, നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, ലൈക്ക് മാനസാന്തരം വന്ന് നല്ല നടക്കി പോകുന്ന കുറ്റവാളികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അവർ നല്ല രീതിയിൽ അത് അവർ ചെയ്ത കുറ്റത്തിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും അവർ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുക വെച്ചാൽ അവർക്കൊരു സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കും. അവർക്ക് പ്രിസണേഴ്സ് തന്നെ ക്ലാസ്സസ് ഉണ്ട്. സോ അതൊരു സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കും. സോ ആ ക്ലാസ് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ഫുഡ്, നല്ലൊരു സ്റ്റേ ഇൻ ദ സെൻസ് ജയിലിലെ സെല്ല് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് സെല്ല് വല്ലതായിരിക്കാം. സോ അങ്ങനത്തെ കുറച്ച് പ്രൊവിഷൻസ് ഈ സുപ്പീരിയർ ക്ലാസ്സിനുണ്ട്. സോ ഈ സുപ്പീരിയർ ക്ലാസ് ഗ്രാൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. പിന്നെ ഗ്രാൻഡ് ഓർ സസ്പെൻഡ് ഓർ ക്യാൻസൽ ലൈസൻസസ് ലൈക്ക് ആംസ്, ഹോട്ടൽ, എക്സ്പ്ലോസീവ്സ് എക്സെട്ര. സോ നമുക്കൊരു ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യം അറിയാലോ. ഫുഡ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലൈസൻസ് ഇല്ലാച്ചാൽ പറ്റില്ല. സോ ഈ വക ലൈസൻസൊക്കെ ഗ്രാൻഡ് ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും എല്ലാം ആരാണ്? കളക്ടറാണ്. ഓക്കെ, ഇനി കൺട്രോൾ ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് പോലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ പോലീസ് ആക്ട് പ്രകാരം ഒരു കൺട്രോൾ ഓവർ ഇന്ത്യൻ പോലീസ് ഡിസ്ട്രിക്ട് പോലീസ് കളക്ടർക്കുണ്ട്. സോ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ഉണ്ട്. പിന്നെ കോൾ ആംഡ് ഫോഴ്സസ് ടു എയ്ഡ് ആൻഡ് അസിസ്റ്റ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. എന്തെങ്കിലും ഇപ്പോൾ ഒരു റിബല്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ലോ ആൻഡ് ഓർഡറിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആർമീനെ വിളിച്ച് വരുത്താനായിട്ടുള്ള, ആർമീനെ വിളിച്ച് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പവേഴ്സും ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ഓർഡർ ഡിസ്പോസൽ ഓഫ് അൺക്ലെയിംഡ് പ്രോപ്പർട്ടി. സോ അൺക്ലെയിംഡ് പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല, അതായത് ഉടമകളില്ലാത്ത പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ്സും കളക്ടർക്കുണ്ട്. ലൈക്ക് ഇപ്പം എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഞാൻ മരിച്ചുപോയി, എനിക്ക് ഹസ്ബൻഡില്ല, കുട്ടികളില്ല, റിലേറ്റീവ്സ് അങ്ങനെ പേര് പറയാനായിട്ടും ആരുമില്ല, ലൈക്ക് ക്ലോസ് റിലേറ്റീവ്സ് ആരുമില്ല. സോ ദാറ്റ്സ് എൻ അൺക്ലെയിംഡ് പ്രോപ്പർട്ടി. സോ ആ പ്രോപ്പർട്ടി എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പവേഴ്സ് ആർക്കാണുള്ളത്? കളക്ടർക്കാണുള്ളത്. സോ ഓവറോൾ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷനിൽ കളക്ടർക്ക് ഇത്രയും പവേഴ്സാണുള്ളത്. പ്രിസണേഴ്സിന് പരോൾ കൊടുക്കാനും, ജയിൽ ഇൻസ്പെക്ട് ചെയ്യാനും, സ്പെഷ്യൽ സുപ്പീരിയർ ക്ലാസ്സസ് ഗ്രാൻഡ് ചെയ്യാനും, ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ, പിന്നെ ഡിസ്ട്രിക്ട് പോലീസിന് ഒരു ഓവറോൾ കൺട്രോൾ കൊടുക്കാൻ, പിന്നെ നമുക്ക് ആംഡ് ഫോഴ്സസിനെ വിളിച്ച് വരുത്താൻ ഇൻ കേസ് ദർ ഇസ് എനി ഇഷ്യൂ, ആൻഡ് നമ്മുടെ അൺക്ലെയിംഡ് പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ. സോ ഇതൊക്കെയാണ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന നിലയിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിലും ഓവറോൾ DCക്കുള്ള പവേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ആസ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ. സോ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലുള്ള പോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ആദ്യം 5 year പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷമാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലുള്ള ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോള് കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് 5 year പ്ലാനിൽ നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോൾ ഓഫ് കളക്ടർ ഷിഫ്റ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ആൻഡ് എലിമിനേഷൻ ഓഫ് പോവർട്ടി. ഓക്കെ, സോ ഫസ്റ്റ് 5 year പ്ലാനിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേറ്റർ ഇത് മാത്രമായിട്ട് ഒതുങ്ങി നിന്ന ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോള് നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് ഡെവലപ്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കാം. ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലേക്ക്
ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക എന്നതായിരുന്നു ആ സമയത്തുള്ള ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു മേജർ ഷിഫ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ടൈമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് പോവർട്ടി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാധനമാണ് നാഷണൽ എക്സ്റ്റൻഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ദ ഇയർ 1952. ഈ പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെയാണ് കളക്ടർക്ക് ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ റോള് വരുന്നത്. ഓക്കെ, സോ ഈ പ്രോഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നാഷണൽ എക്സ്റ്റൻഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെയാണ് കളക്ടറുടെ ഡെവലപ്മെൻറ്റ് റോള് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നടന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ഇൻ ദി ഇയർ 1951 ഇത് നടക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് 5 ഇയർ പ്ലാൻ. സോ ഈ പ്ലാൻ്റെ ടൈമിൽ നമുക്ക് ഡെമോക്രാറ്റിക് ഗവേണൻസിലായിരുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റം അനുസരിച്ച് ഡിസ്ട്രിക്ടൽ ഗവേണൻസ് കൊണ്ടുവരിക. അതായിരുന്നു ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലാനിൽ നമുക്കുണ്ടായിരുന്ന എംഫസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഈച്ച് ആൻഡ് എവറി ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ റീജിയനിൽ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് യൂണിറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. അതാണ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ നമുക്ക് കാണാൻ സാധിക്കും. ഓഫീസ് ഓഫ് കളക്ടർ strengthened by establishment of district planning committees in all states. So എല്ലാ സ്റ്റേറ്റിലും ഒരു ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവരണം എന്ന് പ്ലാനിംഗ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷൻസ് ഓരോ ഡിസ്ട്രിക്റ്റിലും സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ആസ് പാർട്ട് ഓഫ് ഇറ്റ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസ് ഈ പ്ലാനിങ്ങിൻ്റെ ഹെഡായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഹി ബിക്കംസ് ദ ഹെഡ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. സിക്സ്ത് പ്ലാനിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദ ഓഫീസ് ഓഫ് കളക്ടർ ഇസ് ഫർദർ മോർ സ്ട്രെങ്തൻ എങ്ങനെ ബൈ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ. ഓക്കെ, സോ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ DDO എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ അല്ലെങ്കിൽ DDOയ്ക്കായിരിക്കും ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് വർക്ക്സും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പവേഴ്സിൻ്റെ ഫുൾ പവർ ഉള്ളത് ഈ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർക്കാണ്. ആൻഡ് ഈ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഇസ് കമ്മിങ് അണ്ടർ ദ ഡിസ്ട്രിക്ട് കളക്ടർ. DDO റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക ഡിസ്ട്രിക്ട് കളക്ടർക്കോ അല്ലെങ്കിൽ സിമിലർ പവറുള്ള ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അതോടുകൂടി ആയപ്പോഴത്തേനും ആ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിൽ ഇറ്റ് ഹാസ് സ്ട്രെങ്തൻഡ് ഫർദർ മോർ. ഓക്കെ, ആൻഡ് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ലൈക്ക് സിക്സ്ത് പ്ലാനിൽ ഈ DDO എന്ന് പറയുന്നത് വേറെ ഒരു ആളാണ്. ലൈക്ക് ഡിസ്ട്രിക്ട് കളക്ടർ അല്ല, വേറൊരു വ്യക്തിയാണ്. സോ നമുക്ക് ഡെവലപ്മെൻറ്റ് മേഖലയിൽ ഡിസ്ട്രിക്റ്റിൻ്റെ റോള് ഒന്ന് കൂടിയതിന് ശേഷം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പ്ലാൻ വരെ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ദ ഹീറോ. പക്ഷേ സിക്സ്ത് പ്ലാൻ തൊട്ടിട്ട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫംഗ്ഷൻ പയ്യെ തെന്നി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സിക്സ്ത് പ്ലാനിൽ നമുക്ക് DDO എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ വരുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് എവറിത്തിങ് റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് DDOയുടെ കീഴിലായിരിക്കും. ആൻഡ് ഈ DDO റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർക്കായിരിക്കും. സോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നല്ലാണ്ട് DC ഇസ് ബീങ് സെപ്പറേറ്റഡ് ദർ. ആൻഡ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആകുമ്പോഴത്തേനും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ലൈക്ക് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്. സോ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് റെഡ്യൂസ് ടു ദ റോൾ ഓഫ് DC ഇൻ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ റോള് കളക്ടറിൻ്റെ റോള് മാറി അത് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റ്സിലും ഒരേപോലെയല്ല. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയല്ല നമുക്ക് അങ്ങോട്ട് മഹാരാഷ്ട്രയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ചിലയിടത്ത് 2 ലെവലേ ഉള്ളൂ, ചിലയിടത്ത് 3 ലെവൽ ഓഫ് ഓഫീസേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഓരോ സ്റ്റേറ്റ്സിലും. സോ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് പല രീതിയിൽ കാണാൻ സാധിക്കും. സോ നമുക്കതിന് മേജറായിട്ട് 2 പാറ്റേൺസ് ആയിട്ട് കാണാം. ഒന്ന് എന്ന് പറയുന്നത് തമിഴ്നാടു രാജസ്ഥാൻ പാറ്റേൺ ആണ്. ഓക്കെ, തമിഴ്നാടു രാജസ്ഥാൻ പാറ്റേൺ. ആൻഡ് ദ സെക്കൻഡ് പാറ്റേൺ ഇസ് മഹാരാഷ്ട്ര ഗുജറാത്ത് പാറ്റേൺ. ഓക്കെ, മഹാരാഷ്ട്ര ഗുജറാത്ത് പാറ്റേൺ.
ഈ തമിഴ്നാട് രാജസ്ഥാൻ പാറ്റേണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും എന്തൊക്കെ ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കളക്ടർ നോർമലി ചെയ്യുന്ന റെഗുലേറ്ററി ഫങ്ഷൻസ് ഉണ്ടല്ലോ. സോ ഈ റെഗുലേറ്ററി ഫങ്ഷനും അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷനും ആര് തന്നെയാണ് DC. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആര് തന്നെയാണ്, ഡിസ്ട്രിക്ട് കളക്ടർ തന്നെയാണ്. രണ്ടും ഒരേ വ്യക്തി തന്നെയാണ്. അതാണ് തമിഴ്നാടു രാജസ്ഥാൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ മഹാരാഷ്ട്ര ഗുജറാത്ത് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റാണ്. അതായത് കളക്ടർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, റെഗുലേറ്ററി റോള് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ റൂൾ എന്ന് പറയുന്നത് അത് വേറെ വ്യക്തിക്കായിരിക്കും. അതായത് DDO സെപ്പറേറ്റ് ഓഫീസറാണ്, അല്ലെങ്കിൽ അനദർ ഓഫീസറാണ്, സെപ്പറേറ്റ് ഓഫീസറായിരിക്കും. അതാണ് ഏത് പാറ്റേൺ, മഹാരാഷ്ട്ര ഗുജറാത്ത് പാറ്റേൺ. സോ അതാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ഈ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ പാറ്റേൺ നമ്മൾ ഒന്നും കൂടെയും റിപ്പീറ്റ് ചെയ്യും. കാരണം നമുക്ക് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും ക്രൈസിസ് മാനേജ്മെൻറ്റും ആണ് കറണ്ട് സെനേറിയോയിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മേജർ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുമാണ്. സോ ആ രണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇംപറേറ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഫർദർ നമ്മുടെ ഒരു ടോപ്പിക് അതാണ്. സോ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. സോ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നോക്കും. സോ ഒന്നും കൂടെ ആ സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. നെക്സ്റ്റ് ഇസ് അതർ ഫങ്ഷൻസ് വേറൊന്നുമില്ല. ഡിസ്ട്രിക്ട് കളക്ടർക്ക് നമ്മളിപ്പോൾ പറഞ്ഞ മേജർ ഹെഡ്സ്, അതായത് റവന്യൂ അഡ്മിനിസ്ട്രേറ്റർ,